എൻ്റെ ഗ്രഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം സൗഹൃദങ്ങളും കാത്ത് സൂക്ഷിക്കേണ്ടതുണ്ട്. എന്നാൽ എൻ്റെ പരിപാടിയിൽ 2 പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടല്ല. പൊതുസമൂഹത്തിൻ്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹ മധ്യത്തിൽ താറടിച്ചും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകിയെന്ന ആരോപണത്തെ മുഖവിലയ്ക്ക് എടുക്കുന്നു. മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. മലബാറിലെ അറിയപ്പെടുന്ന അൽപ്പനും സ്വർണ്ണ വ്യാപാരിയുമായിട്ടുള്ള മുതലാളി കൊട്ടാര സദൃശ്യമായിട്ടുള്ള ഒരു വീട് വെച്ചതും ആ ഒരു വീടിൻ്റെ പാല് കാച്ചലിന് ഒത്തിരിയധികം സെലിബ്രിറ്റികൾ വന്നു പോകുന്നതുമൊക്കെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാകും. ഈ സെലിബ്രിറ്റികളൊക്കെ എന്ത് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തിട്ടാണ് പോകുന്നത് എന്ന് ആദ്യ ദിനങ്ങളിൽ എനിക്ക് ഡൗട്ട് തോന്നിയിരുന്നു. പിന്നീടാണ് മനസ്സിലായത് ഇങ്ങോരുടെ വീടിൻ്റെ പാല് കാച്ചലാണ്. അങ്ങോരുടെ പാല് കാച്ചൽ എന്ന് പറയുമ്പോൾ കേരളത്തിലും കേരളത്തിന് പുറത്തുള്ളതും പാകിസ്ഥാനിൽ നിന്ന് വരെയുള്ള ആളുകൾ വരെ വരേണ്ടതാണ്. കാരണം അത്രയധികം ബന്ധങ്ങളുള്ള ആളാണ് ഈ ഒരു മുതലാളി. എന്താണെങ്കിലും മുതലാളി ഇത്രയധികം ആളുകളെ എങ്ങനെ ഫോണിൽ കുത്തിയിരുന്ന് വിളിച്ചു എന്ന് ആലോചിച്ചിരുന്ന സമയത്താണ് ആ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്. ഇതിനെ വിളിക്കാൻ വേണ്ടി പോലും പ്രത്യേകം ടീമൊക്കെ ഉണ്ടായിരുന്നു. കാരണം അത്രയധികം ആളുകളെ വിളിക്കണ്ടേ, മുതലാളിക്ക് ഇരുന്ന് വിളിക്കാൻ പറ്റുമോ? അങ്ങനെ വിളിച്ച ആളുകൾക്കിടയിൽ 2 ആളുകൾ കടന്നുകൂടി എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് ഇന്ത്യയുടെ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അത് 2 തീവ്രവാദികളാണോ എന്നൊക്കെ നമ്മൾ അങ്ങനെ വിചാരിച്ചു പോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയധികം പേടിപ്പെടുത്തുന്ന സാഹചര്യങ്ങളിൽ കൂടെയാണല്ലോ മുന്നോട്ടേക്ക് പോകുന്നത്. ഒരു ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നമുക്ക് പേടി തോന്നുന്നു, ഒരു ട്രാഫിക്കിൽ കാറുമായി നിൽക്കുന്ന സമയത്ത് നമുക്ക് പേടി തോന്നുന്നു. എന്തൊക്കെയാണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന ആ 2 ആളുകൾ തീവ്രവാദികളൊന്നുമല്ല. അത് 2 മനുഷ്യന്മാരാണ്, ഇന്ത്യൻ സിറ്റിസൺസ് ആണ്. മൂടിപ്പൊതയ്ക്കാതെ ഐഡന്റിറ്റി മറക്കാതെ പുറത്തിറങ്ങി നടക്കുന്ന, അതും അവരുടെ സെക്ഷുവാലിറ്റിയും സെക്ഷൽ ഓറിയന്റേഷനും ഒക്കെ പുറത്ത് പറഞ്ഞു നടക്കുന്ന സമൂഹത്തിലെ പ്രമുഖരായിട്ടുള്ള പല ആളുകളുടെയും വീടുകളിലേക്ക് ക്ഷണം കിട്ടിയിട്ടുള്ള ഒത്തിരിയധികം സ്നേഹത്തോടെ ഒത്തിരിയധികം കാണുന്ന 2 ആളുകളാണ്. അവരാണ് അദ്ദേഹത്തിൻ്റെ ഹൗസ് വാമിംഗ് ഫംഗ്ഷനിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്ന് ഇപ്പോൾ ചീത്തപ്പേര് കേൾക്കുന്ന 2 ആളുകൾ. ആദില നൂറ. ഈ ആദില നൂറ എന്നീ 2 ആളുകൾ എങ്ങനെയാണ് പ്രസിദ്ധരായി മാറിയത്? ആ 2 ആളുകൾ അവർ ഒന്നിച്ച് ജീവിക്കാനായിട്ടുള്ള തീരുമാനം എടുത്ത സമയത്താണ് ആളുകൾ അവരെ അറിഞ്ഞു തുടങ്ങിയത്. അത് എന്തുകൊണ്ടാണ് അത്ര വലിയ വാർത്തയായത്? കാരണം അവർ 2 സ്ത്രീകളാണ്, 2 പെൺകുട്ടികളാണ്. അവർ ഒന്നിച്ച് ജീവിക്കുന്നു, അവർ ദമ്പതികളായിട്ട് തുടരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ സമയത്ത് അവരുടെ വീട്ടുകാരുടെയൊക്കെ അടുത്ത് നിന്നുണ്ടായ ക്രൂരമായിട്ടുള്ള പീഡനങ്ങളൊക്കെ പുറം ലോകം അറിഞ്ഞ സമയത്താണ് ഇവർ നമുക്ക് പരിചിതരായി മാറിയത്. ആ 2 ആളുകളെ കുറിച്ചിട്ടാണ് മുതലാളി സദാചാര മൂല്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് നടക്കുന്ന ആളുകളെന്നും അല്ലെങ്കിൽ പേരൻസിനെ ധിക്കരിച്ച് അവരെ താറടിച്ച് നടക്കുന്ന ആളുകളെന്നും ഒക്കെ വിശേഷിപ്പിച്ചത്. ഏത് പേരൻസിനെയാണ്, ഏത് തന്തയും തള്ളയുമാണ് ഈ ആദില നൂറ കപ്പിൾസ് ധിക്കരിച്ചത്? സ്വന്തം മകളെ കിടപ്പറയിലേക്ക് ലൈംഗിക ബന്ധത്തിന് വേണ്ടി ക്ഷണിച്ച, അല്ലെങ്കിൽ സ്വന്തം മകളെ പോലെ കാണേണ്ടുന്ന ഒരു പെൺകുട്ടിയെ ലൈംഗിക വേഴ്ചയ്ക്ക് വേണ്ടി നിർബന്ധിച്ച ആളുകളെയൊക്കെ ധിക്കരിച്ചതിനാണ് ഈ മുതലാളിക്ക് ഇവർ സദാചാര മൂല്യങ്ങൾക്ക് വിരുദ്ധരാണ് എന്നുള്ള ഒരു വിശേഷണം കൊടുക്കാൻ വേണ്ടി തോന്നിയത്. ഇത് എന്താണ് സംഭവം? ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഗോൾഡ് കോളർ ടെററിസം എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇപ്പോൾ വൈറ്റ് കോളർ ടെററിസം, പിങ്ക് കോളർ ടെററിസം, അങ്ങനെയുള്ള പല രീതിയിലുള്ള ടെററിസം ഒക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളെയും കണക്ട് ചെയ്ത് പറയാറുണ്ട്. മീഡിയ ഫണ്ടുകാരാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു വേർഡ് യൂസ് ചെയ്യുന്നത്. അവർക്ക് ഈ വൈറ്റ് കോളർ ടെററിസം എന്ന് കേട്ട സമയത്ത് തന്നെ മീഡിയ ഫണ്ടിന് ആകെ ഹാലിളകി. കഴിഞ്ഞ ദിവസം ഇവരുടെ ഒരു വീഡിയോ സജഷനിലേക്ക് വന്നു. അതിൽ വൈറ്റ് കോളർ റേപ്പിസ്റ്റ് എന്ന് പറഞ്ഞ് ഒരാളുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു റേപ്പ് കേസിൽ പ്രതിയാക്കപ്പെട്ട, ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അവരങ്ങനെ വിശേഷിപ്പിച്ചത്. എന്താണെന്ന് പറഞ്ഞാലും ഈ വൈറ്റ് കോളർ ടെററിസം എന്ന പല ആളുകളുടെയും വിശേഷണം, അതിപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ വിശേഷണമുണ്ട്. ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാർ അതുമായി ബന്ധപ്പെട്ട് ഡെഫിനേഷനൊക്കെ കൊടുക്കുന്നത് കണ്ടിരുന്നു, ആളുകൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് കണ്ടിരുന്നു. അപ്പോൾ ആ ഒരു വൈറ്റ് കോളർ വിശേഷണം പല ആളുകളെയും ചൊടിപ്പിച്ചിട്ടുണ്ട്. ആകെ മൊത്തത്തിൽ അങ്കലാപ്പിലായിട്ടുണ്ട്. അതിനിടയിൽ ചില ആളുകൾ മറ്റേ തലയിൽ തൂവലുണ്ടോ എന്നൊക്കെ തപ്പി നോക്കുന്ന ചില വികൃതകളും പല വീഡിയോകളിലായിട്ട് കാണാനായിട്ട് സാധിച്ചു. ഈ ടെററിസം അല്ലെങ്കിൽ തീവ്രവാദം എന്നുള്ളതിന് വളരെ ബ്രോഡായിട്ടുള്ള ഒരു മീനിങ് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നമ്മൾ സാധാരണയായിട്ട് സിനിമകളിൽ കാണുന്ന, എനിക്ക് തോന്നുന്നു ഈ തീവ്ര ഇസ്ലാം എക്സ്ട്രീമിസ്റ്റുകൾ കലാമേഖലയ്ക്ക് ആകെ കൊടുത്തിരിക്കുന്ന ഒരു സംഭാവന എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു തീവ്രവാദി എന്നുള്ളതിനെ കുറിച്ചിട്ട് കുറേയധികം ആളുകൾക്ക് ധാരണ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റേ അള്ളാഹു അക്ബർ വെച്ചിട്ട് പൊട്ടിച്ചു തരുന്ന ആ ഒരു ആളുകൾ മാത്രമല്ല, സിനിമകളിൽ കാണുന്ന ആ ഒരു രംഗങ്ങൾ മാത്രമല്ല, അതൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ തീവ്രവാദം എന്ന് പറയുന്നത്. അതിൽ ഒതുക്കരുത്, അതിൽ ഒതുക്കുന്നത് നമ്മളുടെ ഒരു ചിന്താ വൈകല്യമാണ്.
എല്ലാ മതത്തിലും എല്ലാ ആശയത്തിലും തീവ്രമായിട്ട് അതിനെ പിന്തുടരുന്ന ആളുകളുണ്ട്, തീവ്രമായിട്ട് അത് ആളുകളിലേക്ക് അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള എല്ലാത്തിനും നമുക്ക് തീവ്രവാദമായിട്ട് നോക്കിക്കാണാം. ഇപ്പോൾ ഗോരക്ഷാ സേനക്കാർ പശുവിനെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് മനുഷ്യനെ തല്ലി കൊല്ലാറാക്കുന്ന ആ ഒരു പരിപാടി കാണുന്ന സമയത്ത് എനിക്കതിനെ തീവ്രവാദമായിട്ട് തോന്നാറുണ്ട്. അതേപോലെ തന്നെ ഇവിടെയുള്ള ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും കോൺഗ്രസ്സുകാരും RSSകാരും ഒക്കെ തമ്മിലടിക്കുന്ന സമയത്ത്, പരസ്പരം വെട്ടുന്ന സമയത്ത്, പകയുമായിട്ട് നടക്കുന്ന സമയത്ത് അതിനെയും ഒരു തീവ്ര ആശയത്തിൻ്റെ തീവ്രവാദമായിട്ട് എനിക്ക് നോക്കിക്കാണാനായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഇതിന് വളരെ വിശാലമായിട്ടുള്ള ഒരു മീനിങ് ഉണ്ട്. ഇനി വളരെ ചുരുക്കി എൻ്റെ ഒരു ഡെഫിനിഷൻ നൽകി വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഇങ്ങനെയാണ്. ഒരു രാജ്യത്ത്, അത് ഏതെങ്കിലും രാജ്യമായിക്കോട്ടെ, ആ ഒരു നാട്ടിലെ ഒരു സിറ്റിസണ് ആ ഒരു രാജ്യം കൊടുക്കുന്ന സ്വാതന്ത്ര്യങ്ങൾ, ആ ഒരു രാജ്യം കൊടുക്കുന്ന ലീഗൽ റൈറ്റ്സ്, ഡ്യൂട്ടീസ്, അതൊക്കെ ചെയ്തും അതൊക്കെ അനുഭവിച്ച് മുന്നോട്ടേക്ക് പോവാൻ പറ്റാത്ത രീതിയിലേക്ക് അയാളെ ബുദ്ധിമുട്ടിക്കുന്ന, അല്ലെങ്കിൽ അയാളുടെ റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിനെതിരെ നിൽക്കുന്ന എല്ലാ കാര്യങ്ങളെയും നമുക്ക് ആ ഒരു തീവ്രവാദമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ആദില നൂറ എന്നീ 2 വ്യക്തികൾ ഇന്ത്യയുടെ നിയമങ്ങൾക്കനുസരിച്ചിട്ട് ഇന്ത്യയിലെ ഭരണഘടന നൽകുന്ന എല്ലാവിധ അവകാശങ്ങളും എല്ലാവിധ കാര്യങ്ങളും അനുഭവിച്ച് മുന്നോട്ടേക്ക് പോകുന്ന നമ്മളിൽപ്പെട്ട 2 ആളുകളാണ്. ആ 2 ആളുകളെ മതത്തിൻ്റെ ഏതെങ്കിലും നിയമങ്ങൾ കൊണ്ട് ഭ്രഷ്ട് കൽപ്പിക്കണം ഇന്ത്യയിൽ നിന്ന് എന്ന് ഒരുത്തൻ പറയുന്ന സമയത്ത്, അത് ഏത് കൊമ്പത്തെ മുതലാളിയാണെങ്കിലും ഏത് അൽപേഷ് മുതലാളിയാണെങ്കിലും ബോയ്ക്കോട്ടിൻ്റെ അറ്റത്ത് ബോയ്ക്കോട്ട് മലബാർ ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇടാനായിട്ട് നമുക്ക് തോന്നും. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യക്കെതിരെ വിദ്വേഷം പറഞ്ഞ ഒരാളെ മോഡലായിട്ട് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചതിൻ്റെ ബോയ്ക്കോട്ട് പരിപാടികളിൽ കരഞ്ഞു മെഴുകി ഇരവാദമിറക്കിയ അതിൻ്റെ ബഹളങ്ങളൊന്നും അങ്ങ് കഴിഞ്ഞിട്ടില്ല. നോർത്തിലൊക്കെ കാര്യമായിട്ടുള്ള പ്രതിഷേധങ്ങൾ, ബോയ്ക്കോട്ട് ആഹ്വാനങ്ങളൊക്കെ ഈ പറയുന്ന അൽപ്പൻ മുതലാളിയുടെ സ്ഥാപനത്തിനെതിരെ ഉണ്ടായിരുന്നു. അന്ന് നമ്മളാരും ഒന്നും പറഞ്ഞില്ല. കേരളത്തിലെ ഒരു അറിയപ്പെടുന്ന ബിസിനസ്സുകാരനെ തകർക്കാൻ വേണ്ടിയുള്ള സംഘപരിവാർ അപ്രോച്ചുകളായിട്ട് നമ്മളതിനെ നോക്കിക്കണ്ടു. എന്നാൽ ഇയാൾ ഇതിൻ്റെ മാനേജിങ് പൊസിഷനിൽ നിൽക്കുന്ന ഇപ്പോഴത്തെ ഇതിൻ്റെ മുതലാളി എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരാൾ 2 മനുഷ്യന്മാർ, ഇന്ത്യയിൽ ജീവിക്കുന്ന 2 മനുഷ്യന്മാരുടെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ നിഷേധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സമീപനം നടത്തുന്ന സമയത്ത് ബോയ്ക്കോട്ട് ഈസി ആയിട്ട് അഭിമാനത്തോടെ നമുക്ക് ചെയ്യാനായിട്ട് തോന്നും. കാരണം അതാണ് അയാളുടെ കയ്യിലിരിപ്പ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ജീവിക്കുന്ന, ഇന്ത്യയിൽ കച്ചവടം നടത്തുന്ന, ഇന്ത്യയിൽ നിന്ന് ആരംഭിച്ച ഒരു സ്ഥാപനത്തിൻ്റെ മെയിനായിട്ടുള്ള ഒരാൾ ഇന്ത്യയിലെ 2 ആളുകളെ അവരെ സമൂഹത്തിന് മുൻപിൽ മോശക്കാരായിട്ട് മാറ്റി നിർത്താനായിട്ട് ശ്രമിക്കുന്നത്, അവർക്ക് ഭ്രഷ്ട് കൽപ്പിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് കോൺഫിഡൻസിലാണ്? ആ ഒരു കോൺഫിഡൻസ് ഒന്നും ഇവിടെയുള്ള ഒരു മുതലാളിക്കും വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ഗോൾഡ് കോളർ ടെററിസം എന്ന് പറയുന്ന ഒരു കാര്യം വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ കേരളത്തിലേക്ക് ഇഷ്ടം പോലെ ഗോൾഡ് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒളിപ്പിച്ച് അവിടെ വളരെ വിശാലമാക്കി കൊണ്ടുവരുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഈ പറയുന്ന ആളുകൾ ചെയ്യുന്നതും ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റിയാണ്. അവർ ദേശവിരുദ്ധ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. ഇന്ത്യയിൽ അനധികൃതമായിട്ട് കടത്തിക്കൊണ്ട് വരുന്ന ഒരു രാജ്യത്ത് നിന്ന് ചില സാധനങ്ങൾ, ആ ഒരു കടത്തിൻ്റെ ബെനിഫിറ്റ് എടുക്കുന്ന ആളുകളും ഈ ഒരു തീവ്രവാദത്തെ, രാജ്യത്തെ നശിപ്പിക്കുന്ന ആ ഒരു കാര്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ തന്നെയാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളോട് യാതൊരുവിധ ഭ്രഷ്ടും കൽപ്പിക്കാത്ത, ഈ ഒരു വ്യാപാര മേഖലയിൽ നിന്ന് തന്നെ അതിനെതിരെ പോസ്റ്റുകളൊന്നും ഇടാത്ത, ഇതിനെതിരെ വലിയ രീതിയിൽ പ്രതികരിക്കാത്ത ഒരാൾ 2 മനുഷ്യന്മാർക്കെതിരെ, 2 സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാർക്കെതിരെ ഇത്രയധികം ഹേറ്റ് പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു സംഗതിയാണ്. അത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതിനോട് നമുക്ക് കൃത്യമായിട്ടുള്ള വിയോജിപ്പുകളുണ്ട്. ഇവിടെയുള്ള സാധാരണ മനുഷ്യന്മാർക്ക് കൃത്യമായിട്ടുള്ള വിയോജിപ്പുകളുണ്ട്. നിങ്ങൾ പേടിക്കുന്നത് മതത്തെയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മതത്തിൻ്റെ തീവ്ര സ്വഭാവത്തെയാണ് എന്നുണ്ടെങ്കിൽ, അത് ഭരണഘടനയ്ക്ക് മുകളിലായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയൊന്നും അംഗീകരിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റത്തില്ല. അത്തരത്തിലുള്ള കച്ചവടങ്ങൾ അത് ഏത് മുതലാളിയാണ് എന്നുണ്ടെങ്കിലും നമ്മൾ തീരെ യോജിക്കുന്നതല്ല. പ്രാകൃത മനുഷ്യനെ പോലെ ജീവിക്കാത്ത, അത്യാവശ്യം ബോധവും വിവരവുമുള്ള ആളുകൾക്കിടയിൽ സ്ഥിരമായിട്ട് അനുവർത്തിച്ചു പോകുന്ന ഒരു പരിപാടിയാണ് ഈ ആതിഥേയ മര്യാദ എന്ന് പറയുന്നത്. 2 ആളുകളെ നമ്മളുടെ ഒരു ഫംഗ്ഷനിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ അത് വീട്ടിലെ കാർന്നോർ മാത്രം ക്ഷണിച്ചാൽ മാത്രമേ ബഹുമാനം കൊടുക്കത്തുള്ളൂ എന്നുണ്ടോ? ഇല്ല. നമ്മുടെ വീട്ടിലിപ്പോൾ 5 ആളുകളുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ വിളിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ സഹോദരിയുടെ ഫ്രണ്ട്സിനെ അവർ വിളിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ഫാദറിൻ്റെ ഫ്രണ്ട്സിനെ അദ്ദേഹം വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ മാറി മാറി വിളിക്കും. ഇദ്ദേഹത്തിൻ്റെ മീഡിയ ടീമിനെയും അങ്ങനെ ക്ഷണിക്കാൻ വേണ്ടി നിയോഗിച്ച ആളുകളായിട്ട് കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ ആര് വിളിച്ചാലും ഒരു ഫംഗ്ഷനിലേക്കാണ് വിളിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ആളുകളെ അപമാനിക്കുന്നത് ലോകത്തൊരിടത്തും അനുവദിക്കുന്ന ഒരു കാര്യമല്ല. അവർക്ക് ലീഗലി മൂവ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഞമ്മൻ്റെ കുറേയധികം തീവ്ര ചിന്താഗതികളാണ് വലുത്, അവരാണ് നമ്മളുടെ മെയിൻ എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്ന സമയത്ത് അതൊന്നും ഒട്ടും നമുക്ക് വീണ്ടും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. കാരണം ഇന്ത്യയിലുള്ള ഓരോ മനുഷ്യനും, ഓരോ പൗരനും റൈറ്റ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി എന്ന് പറയുന്ന ഒരു റൈറ്റ് ഉണ്ട്. അതിനെ നിഷേധിക്കാനായിട്ട് ഒരു മുതലാളിക്കും
ഒരു അധികാരവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാൾ ഇമാതിരി പരിപാടിയൊക്കെ നടത്തിയിട്ട് കച്ചവടമായിട്ട് ഇവിടെ മുന്നോട്ടേക്ക് പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനോട് അന്തസ്സുള്ള ഇന്ത്യൻ പൗരന്മാർ നോ പറയുക തന്നെ ചെയ്യേണ്ടി വരും. പിന്നെ ഇപ്പോൾ ഒരു ചാനലിലെ ഒരു ഭീഷണി ഞാൻ കണ്ടിരുന്നു. മറ്റേ ജൻഷൻ ഹിക്ക, കവലഹിക്ക ഒരു വലിയ മത വൈറ്റ് കോളർ പരിപാടി നടത്തുന്ന ഒരു മച്ചാനാണ്. ജേർണലിസ്റ്റുകൾ, അങ്ങനെയാണല്ലോ മറ്റേ അരുൺകുമാർ റിപ്പോർട്ടർ ചാനലിൽ പറഞ്ഞത്, ജേർണലിസ്റ്റുകൾ, ഡോക്ടേഴ്സ്, അവർക്കിടയിലൊക്കെ ഇങ്ങനെയുള്ള മനോഭാവമുള്ള ആളുകളുണ്ട്. അവരൊക്കെ ഇങ്ങനെ സ്ലീപ്പർ സെല്ലുകളായിട്ട് പ്രവർത്തിക്കും. അപ്പോൾ ഈ ജംഗ്ഷൻ ഹിക്ക, മറ്റേ കവലഹിക്ക ഒരു ചെറിയ ഭീഷണി മുഴക്കി, ഇങ്ങനെയൊക്കെയാണ് മുതലാളി ബിസിനസ് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ട് പുളകിതരാവുന്ന ഒരു രീതി നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കച്ചവടം നമ്മൾ പൂട്ടിക്കും, നമ്മൾ ഭരണഘടനയൊന്നും നോക്കണില്ല എന്നുള്ളൊരു ഭീഷണിയായിരുന്നു പുള്ളിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ തീവ്ര മനോഭാവത്തോടെ ഈ മതവുമായിട്ട് ബാക്കിയുള്ള ആളുകളുടെ ജീവിക്കാനായിട്ടുള്ള, അന്തസ്സോടെ ജീവിക്കാനായിട്ടുള്ള അവകാശത്തെ തടയുന്ന പരിപാടിയെ നമ്മൾ തീവ്രവാദ മനോഭാവം എന്ന് തന്നെ പറയും. ഇപ്പോൾ ഇവിടെ ഒരു മതം മാത്രമല്ല ഉള്ളത്, ഇഷ്ടം പോലെ മതത്തിൽപ്പെട്ട ആളുകളുണ്ട്, പല മതങ്ങളുണ്ട്, പല ഗ്രൂപ്പുകളുണ്ട്, പല ആശയങ്ങളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു മതത്തിൽ ഒരു മത നേതൃത്വം അല്ലെങ്കിൽ പണ്ഡിത സമൂഹം, വിശ്വാസികളുടെ ഒരു വലിയ കൂട്ടം ആളുകൾ പ്രത്യക്ഷത്തിൽ ഒരു വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വ്യക്തികൾക്കെതിരെ അവരുടെ തീരുമാനങ്ങൾക്കെതിരെ ആക്രമണ ആഹ്വാനമായിട്ട് ഇറങ്ങാറുണ്ടോ? ഇല്ല. നമ്മൾ പൊതുവെ അങ്ങനെയുള്ള രീതികൾ കണ്ടിട്ടില്ല. മതത്തിൽ പറയുന്നതനുസരിച്ചിട്ടല്ല നീ ജീവിക്കുന്നത്, അതുകൊണ്ട് നീ ജീവിക്കാനായിട്ട് അർഹതയില്ലാത്ത ഒരാളാണ്, നീ സ്വൈര്യമായിട്ട് ഈ സമൂഹത്തിൽ ജീവിക്കേണ്ട, മാറി നിൽക്കൂ, ഓടിപ്പോകൂ എന്ന് പറയുന്ന ഒരു മതവിഭാഗവും അതിലെ തീവ്രവിശ്വാസം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ആളുകളൊന്നും അങ്ങനെ പ്രത്യക്ഷത്തിൽ നേരിട്ട് സംഘം ചേർന്ന് ഒരാളെ ആക്രമിക്കത്തില്ല. ഈ ഒരു സംഘമായിട്ട് ഒരാളെ ആക്രമിക്കുന്ന ആ ഒരു മനോഭാവം ഇവർക്ക് ഇങ്ങനെ വളർന്നു വരുന്നത് അത് ആ ഒരു തീവ്രവാദത്തിൻ്റെ ചില വിത്തുകൾ അവിടെ ഇവിടെയും കിടക്കുന്നതുകൊണ്ടൊക്കെ തന്നെയാണ്. അപ്പോൾ അതിനെ മുളയിൽ നുള്ളണം. അപ്പോൾ ഇതുപോലെയുള്ള മുതലാളികൾക്കൊക്കെ നല്ല തക്കതായിട്ടുള്ള ചില താക്കീതുകൾ പൊതുസമൂഹം കൊടുക്കേണ്ടതുണ്ട്. ആദില നൂറ് എന്നീ രണ്ട് വ്യക്തികൾ, ആ രണ്ട് പൗരന്മാരെ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. സ്വാഭാവികമായിട്ടും അയാളുടെ കച്ചവടത്തിലും അല്ലെങ്കിൽ അവർക്കൊരു സർവീസ് ചെയ്യാനായിട്ടും പുള്ളിക്കാരന് താല്പര്യപ്പെടുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ എത്ര അധികം ക്ലാസിഫിക്കേഷനിൽ ആരെയൊക്കെ ഇവർ അവോയ്ഡ് ചെയ്യുന്നുണ്ട്, ആർക്കൊക്കെ ഇവർ ഭ്രഷ്ട് കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. ഇവരുടെ സ്വർണ്ണക്കടയിലേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മളും ചിലപ്പോൾ അപമാനിതരാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാഫിർ നീ എങ്ങോട്ട് പോണു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളും നാണം കെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ ആളുകളെയും ഉൾക്കൊള്ളുന്ന, എല്ലാ ആളുകൾക്ക് സേവനം ചെയ്യുന്ന, എല്ലാ ആളുകളെയും ബഹുമാനിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ ഭാഗം മാത്രമായാൽ മതി. നമ്മൾ ഇന്ത്യക്കാരല്ലേ, അങ്ങനെയുള്ളൊരു ബിസിനസ്സിൻ്റെ ഭാഗമായാൽ മതി. ഇങ്ങനെയുള്ളവന്മാരുടെ ഒരു പരിപാടിക്കും പേഴ്സണലി എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ബോയ്ക്കോട്ടിൻ്റെ ഭാഗമാകാനായിട്ട് എനിക്ക് നല്ല താല്പര്യമുണ്ട്. അതുകൊണ്ട് ഞാനും ബോയ്ക്കോട്ട് മറ്റേ ഗോൾഡ്, മറ്റേ പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരങ്ങ് മുംബൈയിൽ കൊണ്ടുപോയി കേസ് കൊടുക്കുമെന്നൊക്കെ ഇങ്ങനെ ആരൊക്കെയോ പറയുന്നത് കേട്ടോ. അങ്ങനെ മുംബൈയിലൊന്നും പോകാനായിട്ടുള്ള സാവകാശം ഇല്ലാത്തതുകൊണ്ടും ഇത്തരത്തിലുള്ള ഒരു കൂതറ ബ്രാൻഡിൻ്റെ പേര് പറഞ്ഞിട്ട് എൻ്റെ മലീനസമാക്കാനായിട്ട് ആഗ്രഹിക്കാത്തതുകൊണ്ടും ഞാനൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബോയ്ക്കോട്ടിനൊപ്പം ആ ഒരു പേര് ചേർക്കാവുന്നതാണ്. നന്ദി.